ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ ചർമ്മം വളരെ ഗ്ലോ ഉള്ളതാവാനും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ലഭിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയുർവേദ പ്രൊസീജിയറാണ് നസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയിൽ പെട്ടിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ അധിക സമയം ചെലവഴിക്കാതെ നമുക്ക് പ്രതിമർശ നസ്യം വീടുകളിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാവുന്നതാണ്. നസ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ നോസ്ട്രിൽസിൽ കൂടെ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്ന പ്രൊസീജിയറാണ്. ഇത് പല തരത്തിലുണ്ട്. മാപന നസ്യം, അവപീഡ നസ്യം, മർശ നസ്യം, പ്രതിമർശ നസ്യം, ഇങ്ങനെ പല തരത്തിലുള്ള നസ്യങ്ങളുണ്ട്. ഈ നസ്യങ്ങളിൽ തന്നെ നമ്മൾ മൂക്കിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന മരുന്ന് പല തരത്തിലുള്ള മരുന്നുകൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് കൊടുക്കാറുണ്ട്. കഷായങ്ങൾ അല്ലെങ്കിൽ ഇലയുടെ നീര്, അതുപോലെ ചൂർണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നസ്യം ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഒരു 3 മുതൽ 7 ദിവസം വരെയാണ് നമ്മൾ നസ്യം ചെയ്യാറുള്ളത്. ഈ നസ്യം ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ നസ്യം ചെയ്തതിന് ശേഷവും ചില ഫോളോ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പ്രതിമർശ നസ്യം ഒഴികെയുള്ള മറ്റ് നസ്യങ്ങൾ നമ്മൾ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ അണ്ടറിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റുന്ന നസ്യകർമ്മമാണ്. നമ്മൾ എപ്പോഴും ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പ്രതിമർശ നസ്യമാണ്. ഈ പ്രതിമർശ നസ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പ്രതിമർശ നസ്യം എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു നസ്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റിസ്ക് കുറവാണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ വയസ്സായവർക്ക് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ നമ്മുടെ നസ്യത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നസ്യം എപ്പോഴും നമ്മുടെ ഷോൾഡറിന് മുകളിലേക്കുള്ള അസുഖങ്ങൾക്കാണ് നസ്യം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിനെ ബാധിക്കുന്ന പക്ഷാഘാതം അങ്ങനെയുള്ള കണ്ടീഷൻസിലും നെർവ്സിനെ ബാധിക്കുന്ന കണ്ടീഷൻസിലും നസ്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്കിന് വരുന്ന പ്രശ്നങ്ങൾ, നെക്കിന് വരുന്ന സ്റ്റിഫ്നെസ്, അതുപോലെ ജോയിൽ വരുന്ന സ്റ്റിഫ്നെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ, അതുപോലെ കണ്ണിനെയും ചെവി, മൂക്ക്, ഇതിനൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക്, മൈഗ്രെയിൻ, അതുപോലെ സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നസ്യം ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു ഡോക്ടറുടെ അണ്ടറിൽ നമ്മൾ അസുഖങ്ങൾക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ അണ്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കണ്ടീഷൻസ് അനുസരിച്ച് മരുന്നുകൾ മാറ്റി ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ നല്ലത് എപ്പോഴും ഒരു ഡോക്ടറുടെ അണ്ടറിൽ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യാം. നമ്മൾ പറയുന്ന പ്രതിമർശ നസ്യം എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ളവർക്കും അസുഖങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നസ്യമാണ്. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷേ നല്ല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറെ കണ്ട് മാത്രം നമ്മൾ നസ്യം ചെയ്യുക. അപ്പോൾ ഈ പ്രതിമർശ നസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ്, അതുപോലെ നെക്ക്, അതുപോലെ മുഖത്തെ സ്കിൻ, ഇതൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും അട്രാക്റ്റീവ് ആവാനും സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ അകാല നരയൊക്കെ വരുന്നത് തടയാനും ഈ ഒരു പ്രതിമർശ നസ്യം ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരുപാട് നേരം കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നെക്കിന് നല്ല സ്ട്രെയിനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു നസ്യം നമുക്ക് പ്രതിമർശ നസ്യം ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇപ്പോൾ എയർ പൊല്യൂഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൂക്കിലേക്കൂടെ ധാരാളമായിട്ട് ഡസ്റ്റൊക്കെ കയറുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് പുറത്ത് കളയാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ എപ്പോഴും സൈനസ് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് വരുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രതിമർശ നസ്യം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. അതുപോലെ മൈഗ്രെയിൻ ഒക്കെ എപ്പോഴും വരുന്നവർക്ക് മൈഗ്രെയിൻ്റെ ഗ്യാപ്പൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റ് കണ്ണിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിൻ്റെ ഡ്രൈനെസ് ഒക്കെ കുറക്കാനും നമ്മൾ ഈ ഒരു പ്രതിമർശ നസ്യം കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സ്ട്രെസ് ഉള്ളവരാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി പോലുള്ള പ്രശ്നമുള്ളവർക്കും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്കും വളരെ നല്ലതാണ്. നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്കിത് ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അകാല നര തടയാനും അകാല നര വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രതിമർശ നസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പ്രതിമർശ നസ്യം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അണുതൈലമാണ്. അണുതൈലം നമുക്ക് കോട്ടക്കലിൻ്റെയും അല്ലെങ്കിൽ വൈദ്യരത്നം പോലുള്ള നല്ല ബ്രാൻഡിൻ്റെ നല്ല ഏജൻസികളുടെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇത് നമുക്കൊരു ഡ്രോപ്പർ ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇളം ചൂടാക്കി എടുക്കുക. വളരെ നല്ല ചൂടാവരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്കിത് മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൂക്കിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പില്ലോ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കഴുത്തിനടിയിൽ ഒരു പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്ത് തല പൊക്കി വെച്ച് കിടക്കുക. അതിനുശേഷം നമുക്ക് മൂക്കിലേക്ക് ഒരു നോസ്ട്രിലിൽ 2 തുള്ളി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ നോസ്ട്രിലും 2 തുള്ളി വീതം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ പയ്യെ വലിക്കുക, മുകളിലോട്ട് വലിക്കണം. വലിക്കുമ്പോൾ പെട്ടെന്ന് വലിക്കരുത്. അങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ചെറിയ പുകച്ചിൽ അനുഭവപ്പെടും. നെറ്റിയിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ചെറിയ പുകച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വലിക്കുക. മുകളിലോട്ട് വലിച്ചതിന് ശേഷം നമ്മൾ കാർക്കിച്ച് തുപ്പിക്കളയാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിലോട്ട് നോസ്ട്രിലിൽ മരുന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അതേ പൊസിഷനിൽ കിടക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ മുകളിലോട്ട് വലിച്ച് കാർക്കിച്ച് തുപ്പിക്കളയാം. 3-4 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തൊണ്ടയിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ്, അതായത് മരുന്ന് തൊണ്ടയിൽ എത്തിക്കഴിയുമ്പോൾ ചെറിയ പുകച്ചിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഗാർഗിൾ ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ മുഖത്തെ സ്കിന്നും അതുപോലെ ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. മുഖം നല്ല ചെറുപ്പമായി തോന്നാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചുളിവുകളൊക്കെ കുറക്കാനും പ്രായമാവുന്നത് തടയാനും ഒക്കെ ഈ ഒരു പ്രൊസീജിയർ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ഒരു അണുതൈലം നമ്മളിങ്ങനെ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫേഷ്യൽ ഒരു മസാജ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഓയിൽ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഓയിൽ ഏതായാലും കുഴപ്പമില്ല. നാൽപ്പാമരാതി പോലുള്ള ഏതെങ്കിലും ഒരു ഫേഷ്യൽ മസാജ് ഓയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വെറും എള്ളെണ്ണയായാലും കുഴപ്പമില്ല. അതെടുത്ത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു അണുതൈലം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റ്, സ്കിന്നിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കിട്ടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരാളും ചൂടുവെള്ളത്തിൽ മുഖം കഴുകാം. അതുപോലെ തന്നെ മൂക്കിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നെറ്റിയിലോ അതുപോലെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ആ ഒരു കിടക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ സമയമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വെറുതെ മൂക്കിൽ 2 തുള്ളി ഒഴിച്ചു കൊടുത്താൽ തന്നെ മതി. ഇനി എക്സ്ട്രാ ടൈം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ സ്കിന്നിനുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ കരിമംഗലം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണം, ഇതൊക്കെ മാറണം എന്നുള്ളവർക്ക് ഈ ഒരു അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അണുതൈലത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാം. ഞാൻ കുങ്കുമാതി തൈലത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസ്യം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് സ്കിന്നിന് കിട്ടുന്നുള്ളത്. അതും ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രൊസീജിയർ പോലെ തന്നെ കുങ്കുമാതി തൈലം വെച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2 ഡ്രോപ്സ് ഒരു നോസ്ട്രിലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അണുതൈലം ഒഴിക്കുന്നത് പോലെ തന്നെ കുങ്കുമാതി തൈലം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ ലഭിക്കുന്നതാണ്. സ്കിന്നിനും ഹെയറിനും മാത്രമല്ല, അതല്ലാതെ പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി എല്ലാ സമയത്തും നമുക്കൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ
നമുക്ക് ഈ ഒരു പ്രതിമർശ നസ്യം ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. ഒരു 2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്